വലൈക്കും. അഫ്വാസിക്ക് 4ാം ക്ലാസ് പ്രസംഗം. അത് കഴിഞ്ഞാൽ ജാസിൽക്ക് 4ാം ക്ലാസ് അത് കഴിഞ്ഞാൽ മുഹമ്മദ് റൈഹാൻ 30ാം ക്ലാസ് പ്രസംഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകന്റെ സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ രീതിയിൽ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും കരുണ പുലർത്തണമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അതിൽ നിങ്ങളോട് കരുണയും സ്നേഹം പുലർത്തുകയുള്ളൂ. കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ പാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു. യാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും നമ്മോട് ചേർത്ത് നിർത്തി. ആ പ്രവാചകന്റെ അതിലില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമല്ല, പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരുപോലെയായിരുന്നു. ഇങ്ങനെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനിച്ചു. ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്നു. ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെടുകയും കല്ലേൽക്കുകയും അന്നവും പാനയും നൽകാതിരിക്കുകയും ഒട്ടകത്തിന്റെ കുടൽമാല വരെ ചാത്തുകയും ചെയ്തു. എന്നിട്ടും ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിച്ച കുരുവിയേക്കാൾ നിസ്സാരമായ ജീവിയെയാണ് ഒരാൾ കൊല്ലുന്നെങ്കിൽ പോലും നാളെ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഒരു ലോക നേതാവുണ്ടെങ്കിൽ അത് അന്ത്യപ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആ പ്രവാചകന്റെ അതിലില്ലാത്ത സ്നേഹത്തിന്റെ ഒരൽപ്പമെങ്കിലും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ പകർത്തുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.